നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ രണ്ടാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തി. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് വീണ വിജയൻ എത്തിച്ചേരുന്നത്. വാസ്തവത്തിൽ വീണയ്ക്ക് നോട്ടീസ് കൊടുത്തിരുന്നതും എത്താൻ പറഞ്ഞിരുന്നതും 29-ാം തീയതി തിങ്കളാഴ്ചയാണ്. പക്ഷെ 3-4 ദിവസം മുമ്പ് വീണ എത്താൻ കാരണം ചാനൽ ക്യാമറകളെ വെട്ടിക്കാം എന്ന് കരുതിയായിരുന്നു. 29-ാം തീയതി വീണ വിജയൻ വരും എന്ന് കരുതി രാവിലെ മുതൽ ചാനൽ ക്യാമറകൾ നിലയുറപ്പിക്കുമെന്ന് കഴിഞ്ഞ തവണ വീണയ്ക്ക് ബോധ്യപ്പെട്ടു. വീണയെ കഴിഞ്ഞ തവണ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് കൊണ്ടവിട്ടിട്ട് പോവുകയായിരുന്നു. മുഹമ്മദ് റിയാസ് വരുന്നതും പോകുന്നതും ഒക്കെ വരെ അന്ന് ചാനലുകൾ ലൈവാക്കി. വീണ വിജയൻ അകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ ലോകമെമ്പാടും പരന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സീൻ ഒഴിവാക്കാൻ വേണ്ടി വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട്ട് അങ്ങോട്ട് ചോദിച്ച് നേരത്തെ വരട്ടെ എന്ന് ചോദിച്ചെത്തുകയാണ്, അഡ്വാൻസ് ചെയ്തെത്തുകയായിരുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ 29-ാം തീയതി നോട്ടീസ് കൊടുത്തു. എന്നാൽ ED ഉദ്യോഗസ്ഥർക്ക് സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഈ അവസരം വീണ ഉപയോഗിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ ഭാഗമായ 134 രേഖകൾ കോടതി നിർദ്ദേശപ്രകാരം EDക്ക് കിട്ടി. അത് സർട്ടിഫൈ ചെയ്ത കോപ്പികളാണ്, ഒറിജിനൽ രേഖകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ രണ്ടാമതൊരിക്കൽ കൂടി റീവാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തെളിവുകളാണ്. പലപ്പോഴും അന്വേഷണ ഏജൻസികൾ തെളിവുകൾ പല കഷണങ്ങളായി ശേഖരിച്ച് അവയെ കൂട്ടിയോജിപ്പിച്ച് അവയ്ക്ക് ആധികാരികത നൽകാൻ റീവാലിഡേഷൻ നടത്തേണ്ടതുണ്ട്. ഈ തെളിവുകൾ SFI അന്വേഷിച്ച് കണ്ടെത്തി റീവാലിഡേഷൻ നടത്തി അത് കൃത്യമായി കോടതിയിൽ സമർപ്പിച്ച ഔദ്യോഗിക രേഖകളാണ്, കോടതി മാർക്ക് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റുകളാണ്. ആ രേഖകൾ അതേപടി EDക്ക് കിട്ടിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ EDക്ക് വളരെ വിശദമായി തന്നെ വീണയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവർ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും എന്ന് കരുതിയപ്പോൾ ഒരുപക്ഷെ വീണ മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിക്കാം എന്നുള്ള പ്രതീക്ഷ മാത്രമല്ല, ED ആ രേഖകളിലൂടെ പോയി കൂടുതൽ പഴുതുകൾ കണ്ടെത്തുന്നതിന് മുൻപ് കൈയോടെ ചോദ്യം ചെയ്യലിന് വിധേയമായാൽ ഒരുപക്ഷെ ഗുണമായേക്കുമെന്ന് ആരെങ്കിലും ഉപദേശിച്ചതുകൂടി കൊണ്ടാവാം ഇന്നെത്താൻ തീരുമാനിച്ചത്. എന്തായാലും വീണയുടെ അപേക്ഷ ED സ്വീകരിക്കുന്നു. വീണ ഇന്ന് രാവിലെ 9:30 മണിക്ക് തന്നെ എത്തുന്നു. കഴിഞ്ഞ തവണ വീണ എത്തിയത് 10 മണിക്കാണ്. 11 മണിക്ക് മാത്രമാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ഇന്ന് 9:30 തന്നെ അവിടെ എത്തി വീണ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം വീണ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും കാത്ത് EDയുടെ റിസപ്ഷനിലിരുന്നു. മറ്റ് പല കേസുകളിലും ED നോട്ടീസ് അയച്ച് വിളിപ്പിച്ച മറ്റ് പ്രതികൾക്കൊപ്പം അവിടെ നിന്ന് വീണ 11 മണിയോടെ ED ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, എത്ര മണിക്കൂർ ചോദ്യം ചെയ്യൽ തുടരും, ഈ ചോദ്യം ചെയ്യൽ അവസാനിക്കുമോ, ഈ ചോദ്യം ചെയ്യലിന് ശേഷം വീണ അറസ്റ്റിലാകുമോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചാനലുകൾക്കും മറ്റ് മാധ്യമങ്ങൾക്കും ഊഹിക്കാൻ കഴിയുമെന്നല്ലാതെ ഒരു കൃത്യതയും ആർക്കുമില്ല. ED ഉദ്യോഗസ്ഥർ മനസ്സിലിരിക്കുന്ന വിവരം എന്തെന്ന് അവർ ഒരുപക്ഷെ ED മേധാവിയോട് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ആർക്കും അറിയാൻ പറ്റില്ല. അതേസമയം വീണയെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിന് ആരെയും ഇതുവരെ ED അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് കള്ളപ്പണ ഇടപാട് നടത്തിയ മുഖ്യ സ്രോതസ്സായ CMRLന്റെ MD ആയ ശശിധര കർത്തയെയും അവരുടെ ഭാര്യയെയും മകനെയും മകളെയും അവരുടെ ജീവനക്കാരെയും ഒക്കെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ ആദ്യത്തെ അറസ്റ്റായി വീണയെ രേഖപ്പെടുത്താൻ സാധ്യത കുറവാണ്. അറസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം CMRL കമ്പനിയുടെ പ്രതിനിധികളാവും അറസ്റ്റിലാവുക. അതുകൊണ്ട് തന്നെ വീണയെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഉചിതമാവാൻ സാധ്യത കുറവാണ്. അതിനർത്ഥം വീണ ഒരിക്കലും അറസ്റ്റിലാകപ്പെടില്ല എന്നല്ല. അറസ്റ്റിലാകപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വീണ മാത്രമല്ല, പിണറായി പോലും പിന്നീട് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ, അറസ്റ്റിലാകപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെടുമെന്ന് തീർത്ത് പറയുന്നത് ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് പറയുന്നത് യഥാർത്ഥ മാസപ്പടി, അതിന് ബെനഫാക്ടറി എന്ന് പറയുന്നത് പിണറായിയാണ്. പിണറായിക്ക് വേണ്ടിയുള്ള പണം കള്ളപ്പണമായി കൊടുത്തതിന് പുറമെ മകൾക്ക് GST അടച്ച് നിയമപരമെന്ന നിലയിൽ കൈക്കൂലി കൊടുത്തു. അതാണ് മാസപ്പടി. ആ മാസപ്പടിക്ക് പ്രതിഫലം ചെയ്തു കൊടുത്തത് വീണയല്ല, പിണറായിയാണ്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഇടപാട് പിണറായിക്ക് വേണ്ടി വീണയെ ഇരയാക്കി ചെയ്തതാണ്. വീണ പ്രതിയായില്ലെങ്കിലും പിണറായി പ്രതിയാകുമെന്ന് തന്നെയാണ് ഈ ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ പിണറായിയെ വേട്ടയാടാൻ അനുവദിക്കില്ല. അത് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ, കമ്പനികൾ നടത്തട്ടെ, പക്ഷേ
എന്തിനാണ് പിണറായി വിജയനെ തടഞ്ഞു വെച്ചത്? അതിനെന്താ പ്രശ്നം? എക്സാലോജിക്കും CMRL പ്രശ്നം രണ്ടും രണ്ട് കമ്പനികളാണ്. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ കമ്പനികൾ തമ്മിൽ തീരണം. അതാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതിനാരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും എന്ന് നിലപാട് ഇടിയെടുത്ത്. ഞങ്ങളുടെ പ്രശ്നം CPM-നെ ഇതിന്റെ ഭാഗമായിട്ട് പിടികൂടി തകർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരായി ഉള്ള വലിയ സംഘടിതമായ നീക്കം ED-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ ഇത് ഈ ED ഇങ്ങനെ ചുറ്റിക്കറങ്ങി CPM-ന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ തകർത്തിക്കഴിഞ്ഞാൽ ഇവിടെ CPM-നെ തകർക്കാൻ കഴിയും. അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. ഒരു കാരണവശാലും അതിന് വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. നോക്കൂ, പിണറായി വിജയൻ മകൾ വീണ വിജയനെ ഇത്തരം അന്വേഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എക്കാലത്തും അധികാര കേന്ദ്രത്തിൽ താമസിപ്പിക്കുന്നു. വീണ താമസിക്കുന്നത് പിണറായിയുടെ ഒപ്പമാണ്. അപ്പോൾ പിന്നെ വീണയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, ചോദ്യം ചെയ്യണമെങ്കിൽ വീണ താമസിക്കുന്നിടത്ത് ചെല്ലാൻ പറ്റൂ? എല്ലാ അന്വേഷണ ഏജൻസികളും ഒരു റെയ്ഡിന് പോയാൽ അവിടെയുള്ള എല്ലാവരെയും തൽക്കാലം ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ, റെയ്ഡ് തീരുന്നത് വരെ അവിടെ തന്നെ തടഞ്ഞു വെക്കും. അത് രീതിയാണ്. അത് പിണറായിയുടെ പോലീസ് ആണെങ്കിലും റെയ്ഡിന് പോയാൽ പിന്നെ അവരുടെ കൺട്രോളിലാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ളവ പിടിച്ചു വയ്ക്കും. നിർഭാഗ്യവശാൽ പിണറായി തൽക്കാലം പ്രതി അല്ലെങ്കിലും പിണറായിയുടെ മകളായിപ്പോയി വീണ എന്നതുകൊണ്ട് വീണയുടെ അന്വേഷണത്തിന് വേണ്ടി ചെന്ന ഉദ്യോഗസ്ഥർ ആ വീട്ടിലുണ്ടായിരുന്ന പിണറായിയെയും തൽക്കാലത്തേക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടയേണ്ടി വന്നു. ഇത് TP രാമകൃഷ്ണൻ എന്ന മുൻപ് മന്ത്രിയായിരുന്ന ആൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇവർക്കറിയാം, ഇവർക്ക് ആശങ്കയുണ്ട് അന്വേഷണം പിണറായിലേക്ക് എത്തും, അത് CPM-ന് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിരോധത്തിന് അടിത്തറയിട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പിണറായിയുടെ സമീപനം ഇങ്ങനെ ആയിരുന്നില്ല നേരത്തെ. പിണറായി നേരത്തെ മാധ്യമങ്ങളോട് ചോദിച്ചു, അവരെന്തോ മഹത്തായ സംഭവമാണല്ലോ, അവിടെ ലോക്കർ എന്ന് കണ്ടെത്തി നിങ്ങൾ പോയി ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പിണറായി ചൂടായി. അന്വേഷണം നേരത്തെ തുടങ്ങുന്നല്ലേ? അവര് വീട്ടിൽ വന്നിട്ടില്ലേ? അവര് വീട്ടിൽ വന്നതല്ലേ? ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും. നിങ്ങൾ ക്യാമറയും കൂടി ചെന്ന് നോക്കി എന്തെങ്കിലും കിട്ടുമെന്നുള്ളൂ. ലോക്കർ തുറക്കുമ്പോ മഹാകാര്യങ്ങളുണ്ടോ എന്ന് നോക്കാലോ. വേണല്ലേ പക്ഷെ ഒരു മഹത്തായ സംഭവം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടാം തവണയും വീണ വിജയനെ വിളിപ്പിച്ചത്? പ്രസക്തമായ ചോദ്യമാണ്. രണ്ടാം തവണയും വീണ വിജയൻ വിളിപ്പിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ ഗുരുതരമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് SFIയുടെ കയ്യിലിരുന്ന 134 രേഖകൾ കിട്ടിയിരിക്കുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ചോദ്യം ചെയ്യലിന് വീണ വിധേയയാകും. ഒരുപക്ഷെ വീണ്ടും വീണയ്ക്ക് വരേണ്ടി വരും. ഈ കേസിന്റെ ഏറ്റവും നിർണായകമാണ് ഈ 134 രേഖകളും. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വീണയും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇവർ തമ്മിലുള്ള രേഖകൾ, വീണയുടെ ഇമെയിൽ അക്കൗണ്ടിൽ നിന്നും CMRL-നെ എത്ര തവണ കത്തുകൾ അയച്ചിട്ടുണ്ട്, അവർ എത്ര തവണ ഇങ്ങോട്ട് വർക്ക് അയച്ചിട്ടുണ്ട്, ഇതൊക്കെ പ്രസക്തമാണ്. ഒരു ഇൻവോയ്സും വർക്ക് ഓർഡറും ഉണ്ടാവും. CMR കമ്പനിക്ക് വേണ്ടി വീണയുടെ കമ്പനി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വർക്ക് ഓർഡർ ആദ്യം കൊടുക്കും, രണ്ടാമത് ഇൻവോയ്സ് കൊടുക്കും. ഇതിൽ ഇൻവോയ്സ് പോയിട്ടുണ്ട്. വീണ ആകപ്പാടെ CMR കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻവോയ്സ് അയക്കാനാണ്. ഇൻവോയ്സ് അനുസരിച്ച് പണവും വരും. എന്നാൽ എന്തിനു വേണ്ടി ഇൻവോയ്സ് അയക്കുന്നു, എന്തിനു വേണ്ടി പണം കൊടുക്കുന്നു എന്ന വ്യക്തതയില്ല. ഇതിന്റെ അടക്കം എല്ലാ രേഖകളും ED-യുടെ കയ്യിലുണ്ട്. ആ രേഖകളെല്ലാം പരിശോധിച്ചു. അവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സംശയ നിവാരണമായിരിക്കും നടക്കുന്നത്. ഒരുപക്ഷെ ഇനിയും ഒന്നിലധികം തവണ കൂടി വീണ വിജയന് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തേണ്ടി വരും. അപ്പോഴേക്കും ED ഒരു തീരുമാനമെടുക്കും. ED ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി പല ദിവസങ്ങളിൽ തമ്പടിച്ച് കേസ് കൈകാര്യം ചെയ്തിരുന്നു. അതീവ ഗൗരവത്തോടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ആക്രമിക്കപ്പെട്ട പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ നീക്കം നടത്തുമ്പോൾ 10ാം പ്രതിക്ക് ജാമ്യം കിട്ടി. ഇതുവരെ ലഭിച്ച ഒരേ ഒരു ജാമ്യം 10ാം പ്രതിക്കാണ്. അവിടെ LDF നിയോഗിച്ച ഗീനാകുമാരി എന്ന പ്രോസിക്യൂട്ടറാണ് ഇവിടെ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു വീഴ്ച പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ED ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ എവിടെയെങ്കിലും പഴുതുണ്ടെങ്കിൽ, അന്വേഷണം വേണ്ടതുപോലെ നടക്കുന്നില്ലെങ്കിൽ ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ വീണ വിജയൻ പ്രതിരോധത്തിലാണ്. രാവിലെ വിയർത്ത് ED-യുടെ മുമ്പിലിരിക്കുന്നു. എത്ര നേരം അവിടെ ഇരിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. വീണയുടെ ഭാവിയെക്കുറിച്ചും നിശ്ചയമില്ല. പിണറായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം നൂലാമാലകൾ അഴിച്ചെടുക്കാൻ, നേരിട്ട് സഹായം തേടാൻ വേണ്ടിയാവാം. എന്തിനാണ് വീണ വിജയനെ ED വീണ്ടും വിളിപ്പിച്ചത്? എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പരാതിക്കാരനായി ഷോൺ ജോർജിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതുകൂടി കേൾക്കുക. ഇന്നത്തെ ഇതിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത?
SFIയുടെ എൻക്വയറി പ്രകാരം PML ആക്ട് അനുസരിച്ച് വീണ പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീണ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ഈ കേസ് പ്രതിയാണ്. അത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ പ്രൊമിനന്റ് പേഴ്സൺ, ഇത് വീണയ്ക്ക് വേണ്ടി കൈപ്പറ്റിയ തുകയല്ല, ഇത് ഒരു പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദിസ് കമ്പനി അയാൾക്ക് വേണ്ടിയാണ് കൈപ്പറ്റിയത് പറഞ്ഞിട്ടുണ്ട്. PML ആക്ട് സെക്ഷൻ 3 പ്രകാരം സ്വാഭാവികമായും പിണറായി വിജയൻ പ്രതിയാകണം. അതാണ് അത് തന്നെ സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ വീണ പ്രതി അല്ലേ? വീണ ഇപ്പൊ വിറ്റ്നസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോ ECRനകത്ത് ഒരു പ്രതിസ്ഥാനത്തായിട്ടല്ലോ എത്തിയെന്നല്ലേ ഉള്ളൂ. സ്വാഭാവികമായി പ്രതി പട്ടികയിൽ വരുന്നത് അവര് അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കുക, കംപ്ലൈന്റ് സമർപ്പിക്കാൻ മാത്രമാണ്. ഓ ശരി. അപ്പം അറസ്റ്റിന്റെ സാധ്യത കാണുന്നുണ്ടോ വീണയോ ഇന്ന്? അല്ല, അത് എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അറസ്റ്റിനുള്ള കുറ്റങ്ങൾ വീണ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഓക്കെ. വീണ പ്രതിയായാൽ പിണറായി പ്രതിയാകാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സേവനങ്ങൾ നൽകാതെ പ്രതിഫലം കൈപ്പറ്റി എന്ന് പറഞ്ഞ് ഒരാൾക്കൊക്കെയാകുമ്പോൾ ആ പ്രതിഫലം കൈപ്പറ്റിയത് ആർക്ക് വേണ്ടിയെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ നമ്മുടെ പെർമനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി ഷാരദിക്ക് എന്ന് കൃത്യമായി പറയുമ്പോൾ അത് കിട്ടാൻ സ്വാഭാവികമായിട്ടും PML ആക്ട് സെക്ഷൻ 3 അനുസരിച്ച് പിണറായി വിജയൻ പറഞ്ഞു. ഇതുമായിട്ട് നിങ്ങൾ പറയാൻ നടന്നപ്പോ നിങ്ങൾക്ക് CPM-ൽ അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഇതിന് പിന്മാറ്റാനായിട്ട് എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ട് ഇതിനിടയിൽ? ഒരിക്കലും ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല. എന്നെ ഒരിക്കലും സമീപിച്ചിട്ടില്ല, സമീപിക്കാൻ സാധ്യതയില്ല. കാരണം അവരുടെ പേര് PCO എന്നായതുകൊണ്ട് എന്നെ സമീപിക്കാനുള്ള സാധ്യത അവിടെ ഇതുവരെ സമീപിച്ചിട്ടില്ല. എന്തായാലും ഈ പോരാട്ടത്തിന് ഈ ലെവലിലേക്ക് എത്തിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ പിതാവിനോട്, എന്നെ സഹായിച്ച എന്റെ പ്രിയ സഹോദരൻ എന്ന് തന്നെ പറയാൻ എന്റെ അഭിഭാഷകൻ, 3 രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ ശ്രീ K. സുരേന്ദ്രൻ, ഇവരെല്ലാം ഈ കേസിന് എന്നൊപ്പം വളരെ ആത്മാർത്ഥമായി ഇന്ന് എന്റെ പാർട്ടി ഇന്നലെയും ഒക്കെ ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊക്കെ പാർട്ടി അനുവാദം തന്നു തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ച സ്ഥാനത്തും എന്റെ പിതാവിനും അതുപോലെ തന്നെ ഏറെ ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഡീലിനൊന്നും പോകാതെ ഇത് മുമ്പോട്ട് തന്നെ സീരിയസ്ലി കൊണ്ടുപോകുന്നു വിചാരിക്കാം അവരെ BJP കേന്ദ്ര പിണറായി CPM. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ BJPയുടെ ഭാരവാഹിയാണെന്ന് നേരത്തെ കേസ് കൊടുക്കുമ്പോൾ ഭാരവാഹിയല്ല. പക്ഷെ എന്നോട് ഈ നിമിഷം ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് മാത്രമാണ് എന്റെ പ്രസ്ഥാനം ആവശ്യപ്പെട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി ഷോ, താങ്ക് യു.